ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ മാസം നടക്കുന്ന ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 3. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? 3. കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ്. അപ്പം കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ: പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആര്? ഓപ്ഷൻ എ K കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് K കരുണാകരൻ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ സി സുമൻ ബേരി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഓർത്ത് വെച്ചോണേ, ഇന്ത്യയുടെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ ടെസ്സി തോമസ്. ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ടെസ്സി തോമസിനെ. ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. എവിടെ വെച്ചാണ് 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്ര ഉത്സവം നടന്നത്? ഓപ്ഷൻ സി ആലപ്പുഴ. എവിടെ വെച്ചാണ് 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്ര ഉത്സവം നടന്നത്? ആലപ്പുഴ. 2023 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏത്? ഓപ്ഷൻ സി കാതൽ ദി കോർ. 2023 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏതാണ്? കാതൽ ദി കോർ. കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കഥകളി. കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന NS മാധവന്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന NS മാധവന്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്? ഇന്ദിരാഗാന്ധി. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി തിരൂർ. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തിരൂരിൽ. ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം? ഓപ്ഷൻ ബി KP കേശവമേനോൻ. ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം? KP കേശവമേനോൻ. നവംബർ 15 ജാൻ ജാതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ഏത് ഗോത്ര വർഗ നേതാവിൻ്റെ സ്മരണാർത്ഥമാണ്?
ഓപ്ഷൻ ഡി ബിർസ മുണ്ട. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിന്റെ സ്മരണാർത്ഥമാണ് ബിർസ മുണ്ട? ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്ര? ഇവിടെ കൊടുത്തിരിക്കുന്നത് 1600 രൂപയാണ് ഫൈനൽ ആൻസർ കീഴിൽ. പക്ഷെ ഇപ്പം അത് ചേഞ്ച് ആയിട്ടുണ്ട്, 2000 രൂപയാണ്. ഓർത്ത് വെച്ചോണം. നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക 2000 രൂപയാണ് കേട്ടോ. നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക 2000 രൂപ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുദ്രാ യോജന PMMY. മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ദരിദ്ര ഇടത്തര വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നൽകുന്നതിനായി ആരംഭിച്ച പരിശീലന പരിപാടിയാണ് PM കൗശൽ വികാസ് യോജന PMKVY. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ. ശരിയായ പ്രസ്താവനകളാണ്: സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുദ്രാ യോജന. PMMY. മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ദരിദ്ര ഇടത്തര വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നൽകുന്നതിനായി ആരംഭിച്ച പരിശീലന പരിപാടിയാണ് PM കൗശൽ വികാസ് യോജന PMKVY. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മറവി രോഗം കണ്ടെത്തി വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മറവി രോഗം കണ്ടെത്തി വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി. സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസ്കറ്റ്ബോളിനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഹൂപ്സ്. സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസ്കറ്റ്ബോളിനുള്ള പദ്ധതി ഏതാണ്? ഹൂപ്സ്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി നൽകിയിരിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4 എന്നിവയാണ് കേട്ടോ. തെറ്റായ പ്രസ്താവനകൾ: മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ.
മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പം ശരിയായ പ്രസ്താവനകളും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ശരിയായ പ്രസ്താവനകളാണ്: മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാര പദവി നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന്. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇതും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ നിലവിൽ ഗ്യാനേഷ് കുമാർ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമല്ലേ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഈ അടുത്തിടെ നടന്ന PSC പരീക്ഷയിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ സംവിധാൻ സദൻ. ഇന്ത്യയുടെ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ്? സംവിധാൻ സദൻ. 2024 താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. 2024 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു? വൈക്കം സത്യാഗ്രഹം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? പുന്നപ്ര വയലാർ സമരം. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി തെളിമ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണ്? തെളിമ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി? ഓപ്ഷൻ ഡി മാലാഖ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി മാലാഖ. ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര്? ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി ജൂലൈ 1, 2024. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ്? ജൂലൈ 1, 2024. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? ഓപ്ഷൻ ബി തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? തമിഴ്. തുലാവർഷം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ പെരിയാർ. ബാക്കി 3 അതായത് പാമ്പാർ, ഭവാനി, കബനി, ഇത് 3 കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കേട്ടോ. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദി അല്ലാത്തത് ഏതാണ്? പെരിയാർ. അപ്പോൾ പെരിയാറാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈ. ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വളപട്ടണം പുഴ. ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം പുഴ.
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി വയനാട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏതാണ്? വയനാട്. ദാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഒഡീഷ. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതാണ്? ഒഡീഷ. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പാലക്കാട് കോഴിക്കോട്. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാട് കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏത്? ഓപ്ഷൻ എ വിഴിഞ്ഞം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത്? ഓപ്ഷൻ സി കൊച്ചി വിമാനത്താവളം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി കവച്. ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്താണ്? കവച്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ ബി ടെക്നോ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക്. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കീ2 എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏത്? ഓപ്ഷൻ സി കൈറ്റ്. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കീ2 എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? കൈറ്റ്. 2024 ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. 2024 ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2023 സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൽപ്പറ്റ നാരായണന് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് NS സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്ക് 2024 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, 2, 3. ഇപ്പം ശരിയായ പ്രസ്താവനകൾ: 2023 സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൽപ്പറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. S സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ള. ഓക്കെ. ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ? ഓപ്ഷൻ സി PR ശ്രീജേഷ്. ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ? PR ശ്രീജേഷ്. ലോക പ്രമേഹ ദിനം. ഓപ്ഷൻ സി നവംബർ 14. ലോക പ്രമേഹ ദിനം
നവംബർ 14. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഓപ്ഷൻ ബി ശ്വാസകോശം. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെ. ജലത്തിന്റെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം? ഓപ്ഷൻ സി ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ. താഴെ പറയുന്നവയിൽ ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ഡി സ്റ്റീല്. താഴെ പറയുന്നതിൽ ലോഹസങ്കരം ഏതാണ്? സ്റ്റീല്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം? ഓപ്ഷൻ എ ഭൗതിക മാറ്റം. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഭൗതിക മാറ്റം. സിമന്റ്, ചരൽ, പരുക്കൻ, വെള്ളം എന്നിവയുടെ മിശ്രിതം? ഓപ്ഷൻ ഡി കോൺക്രീറ്റ്. സിമന്റ്, ചരല്, പരുക്കൻ, വെള്ളം എന്നിവയുടെ മിശ്രിതം കോൺക്രീറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? ഓപ്ഷൻ എ കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത്? ഓപ്ഷൻ ബി വാതകത്തിന്. സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് വാതകം. ഖരം ദ്രാവകമായി മാറുന്ന താപനില? ഓപ്ഷൻ എ ദ്രവണാങ്കം. ഖരം ദ്രാവകമായി മാറുന്ന താപനില ദ്രവണാങ്കം. ജലത്തിന്റെ തിളനില? ഓപ്ഷൻ എ 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ളത്? ഓപ്ഷൻ ഡി വെള്ളം. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ളത് വെള്ളം. വാതകത്തിൽ കണികകൾ? ഓപ്ഷൻ എ വളരെ അകലെയാണ്. വാതകത്തിൽ കണികകൾ വളരെ അകലെയാണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം? ഓപ്ഷൻ ബി ബ്യൂട്ടെയിന്. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിന്. പെട്രോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം? ഓപ്ഷൻ ബി പെട്രോളിന്റെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. പെട്രോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പെട്രോളിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം? ഓപ്ഷൻ സി അലൂമിനിയം. വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മുടി കൊഴിച്ചിലിന് കാരണം? ഓപ്ഷൻ ഡി വിറ്റാമിൻ B7. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മുടി കൊഴിച്ചിലിന് കാരണം? വിറ്റാമിൻ B7. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ സി ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണെങ്കിൽ കാൽസ്യം. ലോഹം കാൽസ്യം. മൂലകമാണെങ്കിൽ അത് ഓക്സിജൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ലോഹമാണെങ്കിൽ അത് കാൽസ്യം ആയിരിക്കും. ഓക്കെ, കണ്ടോ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മൂലകമാണെങ്കിൽ ഏതാണ്? ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അപ്പം രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഓപ്ഷനിൽ ഇത് രണ്ടും കണ്ടോ? രണ്ടും തരും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ ബി വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. അടുത്തേതാണ്? ഓക്കെ, ഇനി 71 മുതൽ 80 വരെയുള്ള 10 ചോദ്യങ്ങൾ മാത്സ് ആണ് കേട്ടോ. മാത്സ് ഞാൻ പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. അപ്പം നിങ്ങൾ അത് പോയി കണ്ട് പഠിക്കണം. അല്ലാതെ സ്പെഷ്യലായിട്ടും ക്ലാസ്സുകളൊക്കെ മാത്സിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 81 മുതൽ 90 വരെയുള്ള 10 ചോദ്യങ്ങൾ മലയാളം വ്യാകരണത്തിൽ നിന്നാണ്. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ബി ദീർഘദർശിത്വം. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഒറ്റപ്പദം ദീർഘദർശിത്വം. അഗ്നി, കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം? ഓപ്ഷൻ സി അങ്കാരം. അഗ്നി, കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം അങ്കാരം. ഫിഫ്ത്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ? ഓപ്ഷൻ ബി അഞ്ചാം പത്തി. ഫിഫ്ത്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ അഞ്ചാം പത്തി. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി കൃപാണം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം കൃപാണം. സൂപ്പറിൻറ്റൻഡ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം? ഓപ്ഷൻ ഡി മേൽനോട്ടക്കാരൻ. മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയത്തില്ലേ, അതുതന്നെയാണ് സൂപ്പറിൻറ്റൻഡ്.
ഇപ്പോൾ സൂപ്പറിൻറ്റൻറ്റ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം എന്താണ്? മേൽനോട്ടക്കാരൻ. നമ്മൾ മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയുമല്ലോ, അതാണ് സൂപ്പറിൻറ്റൻറ്റ്. സൂപ്പറിൻറ്റൻറ്റ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം എന്താണ്? മേൽനോട്ടക്കാരൻ. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതിൻ്റെ സ്പെല്ലിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങും കൂടി ഒന്ന് നോക്കി വെച്ചോണം. സൂപ്പറിൻറ്റൻറ്റ് ഓർത്ത് വെക്കാനും കൂടെ ഒരു ക്ലൂ പറഞ്ഞുതരാം. ആദ്യം സൂപ്പർ എന്ന് എഴുതുക. സൂപ്പർ കഴിഞ്ഞ് പിന്നെ ഇന്ന്, സൂപ്പർ കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞ് പിന്നെ ടെന്ന്, സൂപ്പർ ഇന്ന് ടെന്ന്, പിന്നെ ഡെൻറ്റ്, സൂപ്പർ ഇന്ന് ടെന്ന് ഡെൻറ്റ്, സൂപ്പറിൻറ്റൻറ്റ്. കേട്ടോ, സൂപ്പറിൻറ്റൻറ്റ് എങ്ങനെയാണ്? സൂപ്പർ ഇന്ന് ടെന്ന് ഡെൻറ്റ്, സൂപ്പറിൻറ്റൻറ്റ്. ഓക്കെ, മലയാള അർത്ഥം എന്താണ്? മേൽനോട്ടക്കാരൻ. ധനത്തെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ധനം പ്ലസ് എ. ധനത്തെ എന്ന പദം പിരിച്ചെഴുതുക. ധനം പ്ലസ് എ. ഗോ ഫോർവേഡ് എന്ന വാക്കിന് ഉചിതമായ മലയാള വാക്യം ഏത്? ഓപ്ഷൻ സി മുമ്പോട്ട് പോകുക. ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാള വാക്യം ഏതാണ്? മുമ്പോട്ട് പോകൂ. ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ഡി ഹോമത്തിനുള്ള ദ്രവ്യം. ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഹോമത്തിനുള്ള ദ്രവ്യം. ക്രിയാനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഓട്ടം. ക്രിയാനാമത്തിന് ഉദാഹരണം ഓട്ടം. കപോതം എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ സി പ്രാവ്. കപോതം എന്ന പദത്തിൻ്റെ അർത്ഥം പ്രാവ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് സാധാരണ ജനറൽ ടോപ്പിക്സിലും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ജനറൽ നമ്മുടെ PSC സാധാരണ പരീക്ഷകളിലും അല്ലാതെ ഇതിൻ്റെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ LD ക്ലർക്കിൽ തന്നെ ജനറൽ ടോപ്പിക്സിലും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് മിക്കതും തന്നെ ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സിലും ഉള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചു. ഓക്കെ, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ കേരളീയ നൃത്തരൂപം. ഇതൊക്കെ PSCയുടെ LD ക്ലർക്കിൻ്റെ 10th ലെവൽ പരീക്ഷയുടെയൊക്കെ ഒരു സ്ഥിരം ചോദ്യമാണ്. ഏതാണ്? കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം? ഓപ്ഷൻ ബി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം? ഓപ്ഷൻ സി ശംഖ്. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം ശംഖ്. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ്? ഓപ്ഷൻ എ തിരുമംഗലത്ത് നീലകണ്ഠൻ. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിലെ പ്രചാരമുള്ള അനുഷ്ഠാന കല? ഓപ്ഷൻ ഡി തെയ്യം. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല തെയ്യം. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ബൃഹദ്ഗാരണ്യ ഉപനിഷത്ത്. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ബൃഹദ്ഗാരണ്യകോപനിഷത്ത്. പ്രേതകർമ്മം, പ്രേതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം? ഓപ്ഷൻ ബി ഗരുഡ പുരാണം. പ്രേതകർമ്മം, പ്രേതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം ഗരുഡ പുരാണം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം? ഓപ്ഷൻ ബി വില്ലുവണ്ടി സമരം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം വില്ലുവണ്ടി സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം? ഓപ്ഷൻ സി 2008. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം 2008. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനിയുള്ള എല്ലാ എക്സാമുകൾക്കും, ദേവസ്വം ബോർഡിനും അല്ലാത്ത PSC എക്സാമുകൾക്കും ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.